ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അത് നമുക്ക് ഇന്ന് തയ്യാറാക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിൽ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 കപ്പ് അളവിൽ ഞാനിവിടെ വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പരിപ്പ് കറിക്ക് നെയ്യ് കൂടി ചേർത്ത് തയ്യാറാക്കിയാൽ. ഇനി നമുക്ക് ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പരിപ്പ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല. ചെറിയ ചെറിയ ബബിൾസ് വരുമ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 7-8 ചെറിയ ഉള്ളി വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ചത് നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്